കല്യാണശാലയിൽ എന്നെ വിളിച്ചെൻ്റെ സന്താപമൊക്കെയും തീർത്തിടുന്ന കല്യാണശാലയിൽ എന്നെ വിളിച്ചെൻ്റെ സന്താപമൊക്കെയും തീർത്തിടുന്ന ശീഘ്രം വരുന്നെൻ്റെ കാന്തൻ വരും എനിക്കുല്ലാസമായി ബഹു കാലം വാഴാൻ. ശീഘ്രം വരും എൻ്റെ കാന്തൻ വരും എനിക്കുല്ലാസമായി ബഹു കാലം വാഴാൻ. ഹല്ലേലൂയ. ഒരു പഴയൊരു ഗാനം, സാധു കൊച്ചുകുഞ്ഞുപദേശി എന്ന ഭക്തനായ മനുഷ്യന് തൻ്റെ ജീവിതത്തിൽ നിന്ന് എഴുതിയൊരു അനുഗ്രഹിക്കപ്പെട്ട ഗാനമാണ് ഇത്. ഏറ്റുപാടാത്ത മലയാളികളില്ല. ആമേൻ. സഹായിക്കുമെന്ന് കരുതിയവർ കണ്ടിട്ട് കാണാതെ പോയപ്പോൾ, കരുതുമെന്ന് ചിന്തിച്ചവർ കരുതാതകന്നു പോയപ്പോൾ, വീട്ടിനകത്ത് വിശപ്പ് കൊണ്ട് കുഞ്ഞുങ്ങൾ അലമുറയിട്ട് വിളിക്കുമ്പം ഇതാ വീട്ടിൻ്റെ ഉമ്മറത്തിരിക്കുന്ന മനുഷ്യൻ തൻ്റെ എതിരെ വരുന്ന സ്നേഹിതനെ കാണുന്നു. ആ സ്നേഹിതന് കൂടെ എന്തെങ്കിലും സഹായം ചോദിച്ച് കുഞ്ഞുങ്ങൾക്ക് കഞ്ഞി വെച്ച് കൊടുക്കാമെന്ന് ആഗ്രഹിച്ചിരിക്കവേ ദൂരവേ നിന്ന് കണ്ട സ്നേഹിതൻ ഉപദേശിയുടെ ഇരിപ്പ് കണ്ടപ്പോൾ മനസ്സിലായി എന്തോ ചോദിക്കാനാ, സഹായം ചോദിക്കാനാ ഇരിക്കുന്നേ. ആമൻ. ആ വീടിൻ്റെ നേരെ വന്ന മനുഷ്യൻ ആമൻ വഴിമാറി അങ്ങ് അകന്നുപോയി. ജീവിതയാത്രയിൽ ഇതുപോലത്തെ ലേവ്യനെ നമുക്ക് കാണാൻ കഴിയും, ഇതുപോലത്തെ പുരോഹിതന്മാരെ നമുക്ക് കാണാൻ കഴിയും, കണ്ടിട്ട് കാണാതെ പോകുന്നവർ. എന്നാൽ ഇന്ന് പകൽ ഞാൻ പറയാം, ആമേൻ, എല്ലാവരും കണ്ടിട്ട് കാണാതെ പോകുമ്പോൾ കണ്ണ് കണ്ടിട്ട് മാറിപ്പോകാതെ കണ്ണുനീർ കണ്ടിട്ട് കടന്നു പോകാത്തൊരു ശമരിയക്കാരൻ പുറകെ വരുന്നുണ്ട്. ഇന്ന് പകൽ ഞാൻ പറയാം, അവനാണ് നമ്മുടെ സഹായകൻ. ഓ റബ സന്തല ആശ വെച്ചവർ ആശയ്ക്ക് വിപരീതമായി ആമൻ പ്രവർത്തിച്ചെന്നിരിക്കുക. കരുതാമെന്ന് പറഞ്ഞവർ ജീവിതത്തിൻ്റെ വേദനയ്ക്കകത്ത് തനിച്ച് തളർത്തി ഒറ്റക്കിട്ടിട്ട് വഴിമാറി കടന്നു പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ സാധ്യതയില്ലാത്തൊരു സത്യം ഞാൻ പറയാം, ഒരു ദൈവം എൻ്റെ സഹായകൻ. അവനെക്കുറിച്ച് സങ്കീർത്തനക്കാരൻ പറയുന്നു, ആ മലയിൽ നിന്നല്ല, ഈ മലകളിൽ നിന്നല്ല എൻ്റെ സഹായം വരുന്നത്. എൻ്റെ സഹായം വരുന്നത് ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് എൻ്റെ സഹായം വരുന്നു. എൻ്റെ സഹായം മനുഷ്യനിൽ നിന്നല്ല, എൻ്റെ സഹായം ദൈവത്തിൽ നിന്ന് വരുന്നു. ഇന്ന് പകലിലും ദൈവ പൈതലേ, നമ്മുടെ സഹായകൻ മനുഷ്യനല്ല. അവൻ ഇന്നൊന്ന് പറഞ്ഞ് നാളെ വാക്കുമാറ്റി പറയുന്ന, കള്ളം പറയുന്ന മനുഷ്യനല്ല നമ്മുടെ സഹായകൻ. നമ്മുടെ സഹായകൻ ദൈവമാണ്. അതുകൊണ്ട് വേദപുസ്തകം പറയുന്നു, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. ആമേൻ. ഉപദേശി വീട്ടിൻ്റെ അകത്തേക്ക് കടന്നുപോയി ആ പാവിരിച്ച് നിലത്തിരുന്നിട്ട് പാടി, ആരും സഹായമില്ല, എല്ലാവരും കണ്ടിട്ട് കാണാതെ പോകുന്നു. പക്ഷെ എനിക്കൊരു സഹായകനുണ്ട്. അവൻ വഴിമാറി കടന്നു പോകുന്നവനല്ല, അവൻ കണ്ടിട്ട് കാണാതെ പോകുന്നവനല്ല. കണ്ണുനീർ കണ്ടാൽ മനസ്സലിയുന്നൊരു മഹാപ്രഭുവാണ് നമ്മുടെ കർത്താവ്. ഇന്ന് പകലിൽ പ്രത്യാശ നിറഞ്ഞവരായി നമുക്കൊരുമിച്ച് പാടാം. എൻ്റെ ദൈവം ജീവിക്കുന്നു, ഹല്ലേലൂയ.
എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിയിടുന്നു. എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിയിടുന്നു. അപ്പനും അമ്മയും വീടും ദാനങ്ങളും വസ്തുസുഖങ്ങളും കർത്താവത്രേ. അപ്പനും അമ്മയും വീടും ദാനങ്ങളും വസ്തുസുഖങ്ങളും കർത്താവത്രേ. പൈതൽ പ്രായം മുതൽക്കിന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ ദൈവം മതി. ഓ പൈതൽ പ്രായം മുതൽക്കിന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ ദൈവം മതി. എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിയിടുന്നു. എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിയിടുന്നു. ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ. ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകും. എന്നാലോ എനിക്കൊരു സഹായകൻ ഉണ്ടെന്നറിഞ്ഞ്. എന്നാലോ എന്നാൽ എനിക്കൊരു സഹായകൻ കാലിലുണ്ടെന്നറിഞ്ഞത് ഉല്ലാസമേ. എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിയിടുന്നു. എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിയിടുന്നു. പിതാവില്ലാത്തോർക്ക് നല്ലൊരു താതനും പെറ്റമ്മയെ കവിഞ്ഞാദ്രവാനും. പിതാവില്ലാത്തോർക്ക് നല്ലൊരു താതനും പെറ്റമ്മയെ കവിഞ്ഞാദ്രവാനും. വിധവയ്ക്കു കാന്തനും സാധുവിനപ്പവും എല്ലാവർക്കുമെല്ലാമൻ ഭർത്താവത്തെ. വിധവയ്ക്കു കാന്തനും സാധുവിനപ്പവും എല്ലാവർക്കുമെല്ലാമൻ കർത്താവത്തെ. എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിയിടുന്നു. എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിയിടുന്നു. കരയുന്ന കാക്കയ്ക്കും വയലിലെ റോസയ്ക്കും ഭക്ഷ്യവും ഭംഗിയും നൽകുന്നവൻ. കരയുന്ന കാക്കയ്ക്കും വയലിലെ റോസയ്ക്കും ഭക്ഷ്യവും ഭംഗിയും നൽകുന്നവൻ. നാട്ടിലെ മൃഗങ്ങൾ നാട്ടിലെ മത്സ്യങ്ങളെല്ലാം സർവേശനെ നോക്കിയിടുന്നു. നാട്ടിലെ മൃഗങ്ങൾ നാട്ടിലെ മത്സ്യങ്ങളെല്ലാം സർവേശനെ നോക്കിയിടുന്നു. എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിയിടുന്നു. എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ